വടക്കൻ കേരളത്തിൽ പെയ്ത ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. കുറ്റ്യാടി ചുരത്തിലെ 10-ാം വളവിൽ മണ്ണിടിച്ചിലുണ്ടായി. ഇതോടെ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു. കോഴിക്കോട് പശുക്കടവ് ചടയൻതോട് പുഴയിലും കടന്തറ പുഴയിലും ഇന്നലെ രാത്രി മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. തൊട്ടിൽപ്പാലം പൈക്കലങ്ങാടിയിലെ വീടുകൾ മുഴുവൻ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. തൊട്ടിൽപ്പാലത്ത് നിന്ന് ഇംതിയാസ് കരീം വിവരങ്ങളുമായി ചേരുന്നു. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. നിലവിൽ മഴ ശക്തമായി പെയ്യുന്നുണ്ടോ? വലിയ കെടുതി ഇന്നലെയൊക്കെ പെയ്ത മഴയിൽ ഉണ്ടായി. അവിടുത്തെ അവസ്ഥ എന്താണ്? മോത്തി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ പൈക്കലങ്ങാടി, അതായത് തൊട്ടിൽപ്പാലത്തെ പൈക്കലങ്ങാടി എന്ന പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. മഴയ്ക്കൊക്കെ ഇന്ന് രാവിലെ നല്ല ശമനമുണ്ട്. ഇന്നലെ രാത്രി അങ്ങനെ അർദ്ധരാത്രി 12 മണിക്ക് ശേഷം അങ്ങനെ മഴയൊന്നും പെയ്തിട്ടില്ല. പക്ഷേ തൊട്ടിൽപ്പാലം പൈക്കലങ്ങാടിയിലേക്ക് വരുമ്പോൾ വീടുകളിൽ നിന്ന് ഇന്നലെ രാത്രിയൊക്കെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. അങ്ങനെ ആ വെള്ളം കയറിയതിനെ തുടർന്ന് ഇന്നിപ്പോൾ മഴ ശമിച്ചപ്പോൾ ആ വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി. പക്ഷേ ഇറങ്ങുമ്പോൾ നിറയെ വീടുകളിൽ നിറയെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയുള്ളൊരു അങ്കനവാടിക്ക് മുൻപിലാണ്. ആ അങ്കനവാടിയുടെ മുൻപിലാകെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. അതിൻ്റെ അങ്കനവാടിക്ക് അകത്തേക്ക് ചെളി കയറിയിരുന്നു. അതിനകത്തൊക്കെ വലിയ രീതിയിൽ ചെളി കൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. തൊട്ടപ്പുറത്ത് കുറേ വീടുകളുണ്ട്. ആ വീടുകളുടെ അകത്തേക്കൊന്നും കയറാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് കാര്യങ്ങളുള്ളത്. കാരണം മുഴുവൻ ചെളി നിറഞ്ഞ് കിടക്കുന്ന അവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങളുള്ളത്. അതൊക്കെ മുഴുവൻ വൃത്തിയാക്കിയാൽ മാത്രമേ അവർക്കൊക്കെ ഇനി അവിടെ തുടർന്നും അവിടെ കയറാനാകൂ എന്നുള്ളതാണ് കാര്യം. ഓരോ വീടുകളിലും ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ഒരു വിഭാഗം വീടുകൾ മുഴുവൻ അത് തന്നെയാണ് അവസ്ഥ. തൊട്ടപ്പുറത്ത് ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നിന്നാണ് ഇന്നലെ വലിയ രീതിയിൽ കരകവിഞ്ഞൊഴുകി ജലനിരപ്പ് ഉയർന്നതോടുകൂടി പുഴയിൽ നിന്നുള്ള വെള്ളം വീടുകളിലേക്ക് കയറുകയായിരുന്നു. വീടുകളുടെ അകത്തേക്കടക്കം കയറുകയായിരുന്നു. ഇവിടെയുള്ളവരൊക്കെ പല സ്ഥലങ്ങളിലേക്കൊക്കെ മാറി താമസിക്കേണ്ട ഒരു അവസ്ഥ വരെ ഇന്നലെ ഉണ്ടായി എന്നുള്ളതാണ്. എനിക്കൊപ്പം ഇവിടെയുള്ള ചില ആളുകൾ കൂടെ ചേരുന്നുണ്ട്. ഇന്നലെ വെള്ളം കയറിയല്ലേ? വെള്ളം കയറി. പിന്നെ പുഴയ്ക്ക് നല്ല മതിൽ നിർമ്മിക്കാത്തത് കൊണ്ടാണ് വെള്ളം പെട്ടെന്ന് അടിച്ചു കയറുന്നത്. വീടിന്റെ ഉള്ളിലൊക്കെ ചളി നിറഞ്ഞ അവസ്ഥയിലാണ്. കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇങ്ങനെയില്ലായിരുന്നു. 2018-20 കയറിയാലും പിന്നെ ഇപ്പോഴാണ് ഇങ്ങനെ ചളിയോട് കൂടിയ വെള്ളം കയറുന്നത്. ഇതിപ്പം ഈ മൊത്തം വൃത്തിയാക്കിയിട്ട് ഇപ്പൊ അകത്തേക്ക് കയറാനുള്ള ഒരു നിർവാഹമുള്ളൂ അല്ലേ? മൊത്തം വൃത്തിയാക്കി. എല്ലാ പ്രാവശ്യവും തൊഴിലുറപ്പുകാരായിരുന്നു വൃത്തിയാക്കി തരാറ്. ഇന്നിപ്പം പണിയില്ലാത്തത് കൊണ്ട് തൊഴിലുറപ്പുകാരും ഉണ്ടാവൂല. നമ്മൾ തന്നെ വൃത്തിയാക്കണം. പൈക്കളങ്ങാടിന്ന് ഒരുപാട് കുട്ടികളൊക്കെ വന്ന് വൃത്തിയാക്കി തരാറുണ്ടായിരുന്നു. ഞാൻ ഇവിടെയുള്ള ഒരു അങ്കനവാടിയുടെ കുറച്ച് ദൃശ്യങ്ങൾ കൂടെ കാണിച്ചാൽ അതിൻ്റെ ഒരു വൈഡ് ദൃശ്യം നമുക്ക് ഇപ്പോൾ കാണാനാകും. ഇതാണ് അങ്കനവാടി. ഇന്ന് ഇപ്പോൾ ജില്ലയിൽ അവധി കൊടുത്തതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കുട്ടികളൊന്നും എത്തില്ല, ക്ലാസ് ഒന്നുമില്ല. പക്ഷേ ഈ അങ്കനവാടി ഇനി പൂർണ്ണമായി ചെളിയെല്ലാം ഒഴിവാക്കിയതിന് ശേഷമേ അവിടെ കുട്ടികളെ ഇരുത്താനും ക്ലാസ്സുകൾ പുനരാരംഭിക്കാനും ഒക്കെ കഴിയുകയുള്ളൂ. അത് കുറച്ച് പാടാണ്. കാരണം ഉള്ളിൽ നിറയെ ചെളിയാണ് എന്നുള്ളതാണ് കാര്യം. എനിക്കൊപ്പം ചില ആളുകൾ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ ഇവിടെ ഇപ്പം ഇത് എല്ലാ തവണ ഇങ്ങനെ തന്നെയാണല്ലേ? ഇന്നലെ കുറച്ച് രൂക്ഷമായ കാര്യങ്ങൾ. ഇന്നലെ നല്ല മഴയായത് കാരണം മൊത്തം എല്ലാ വീടുകളിലും വീടിന്റെ അകത്തൊക്കെ വെള്ളമാണ്. സാധാരണഗതിയിൽ കാലവർഷം തുടങ്ങിയാൽ ഇവിടുത്തെ പരിസരവാസികൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാകാറ്. എല്ലാ വർഷവും ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റു പരിസരങ്ങളിലേക്കും മാറി താമസിക്കുകയാണ്. ഇന്നലെ രാത്രി ഇവിടുത്തെ സന്നദ്ധ സേവകരായ നമ്മളെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇവരൊക്കെ ഇവിടുന്ന് മാറ്റുകയും മറ്റേ മേലെ വീട്ടുകളിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തത്. ഇന്നലെ ആ വീട്ടിലൊക്കെ വെള്ളം കയറി തോണിയിലാണ്, ഫൈബർ തോണിയിലാണ് ആൾക്കാരെ അക്കരത്തേക്ക് കയറ്റി കൊണ്ടുപോയത്. അങ്ങനെ വലിയ പ്രയാസമാണ് എല്ലാ വർഷവും ഉണ്ടാകുന്ന സംഭവം. ശക്തിയായി പെയ്താൽ ഒരു പക്ഷേ പെട്ടെന്ന് വെള്ളം കയറുന്ന ഏരിയ ആണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ കാണാം, ഈ പുഴയുടെ ഈ സൈഡിൽ യാതൊരു മതിലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു സേഫ്റ്റി ആയിട്ടൊന്നുമില്ല. അങ്കനവാടിയുടെ വേക്ക് മാത്രമേ ഒരു മതിലുണ്ട്, ഇവിടെ ഒന്നുമില്ല. നേരെ വെള്ളം കംപ്ലീറ്റ് അടിച്ചും കൊണ്ട് കയറും, തടസ്സങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങൾ ഇവിടുത്തെ പരിസരവാസികൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇവർക്ക് കാണണം എന്നുള്ളതാണ്. എല്ലാ സമയവും പഞ്ചായത്തിന്റെയും റവന്യൂയുടെ ഒക്കെ അധികൃതർ ഈ ശ്രദ്ധ പെടുത്തിയിട്ടുണ്ട്. അതാണ് കാര്യം. എനിക്ക് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടിന്റെ പിറകുവശത്തായിട്ട് ചില വീടുകൾ കൂടെ ഉണ്ട്. അതുകൂടെ നമുക്കൊന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. ഈ വീടിന്റെ മുൻവശത്തൊക്കെ ചെളി നിറഞ്ഞ അവസ്ഥയിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി തന്നെ കാണാം. ആ വീടിന് മുൻപിലെ ചെളിയും വെള്ളവും ഒന്നും പൂർണ്ണമായിട്ടും ഇപ്പോഴും മാറിയിട്ടില്ല. അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഏറെ പണിപ്പെട്ട് മാത്രമേ, കുറെ സമയത്തെ അധ്വാനത്തിന് ശേഷം മാത്രമേ ഈ ചെളിയൊക്കെ പൂർണ്ണമായും ഇവിടെ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ
എന്നുള്ളതാണ് കാര്യം. ഈ വീടിന്റെ മുൻപിലൊക്കെ നിറയെ ചെളി ഉണ്ടായിരുന്നു. അവരത് ഭാഗികമായിട്ട് ചെളിയെല്ലാം മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മളിവിടെ വന്ന സമയത്ത് തന്നെ അതിനുള്ള പണികളൊക്കെ അവിടെ എടുക്കുന്നതാണ് കണ്ടത്. പക്ഷേ മഴ ഇനിയും ശക്തമായി പെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ വെള്ളം ഇങ്ങോട്ടേക്ക് കയറും എന്നുള്ളതാണ് കാര്യം. ഇതാ ഈ വീടിന്റെ അകത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിന്റെ അടുക്കള ഭാഗം, പാത്രങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അതൊക്കെ പാത്രങ്ങളൊക്കെ ഓരോ ഭാഗത്തേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. ഈ രീതിയിൽ വലിയ രീതിയിൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന കാര്യത്തിൽ. അതായത് മഴ കനക്കുന്ന സമയത്ത് ഇങ്ങനെ വീട്ടിലൊക്കെ വെള്ളം കയറാൻ സാധ്യത ഉള്ളത് കൊണ്ട് മാറണം എന്ന് പറഞ്ഞിരുന്നോ? പഞ്ചായത്തിൽ നിന്നടക്കം അത്തരം നിർദ്ദേശങ്ങളൊക്കെ ഇവർക്കുള്ളതാണ്. അങ്ങനെ മാറി താമസിക്കുക എന്നത് ഇവർക്കൊരു പുതുമയുള്ള കാര്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം എല്ലാ വർഷവും ഈ രീതിയിൽ കനത്ത മഴയുണ്ടാവുമ്പോൾ ഇതാ ഈ കാണുന്ന പുഴയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാമെന്ന് തോന്നുന്നു. തൊട്ട് മുൻപിൽ പുഴയാണ്, ഈ വീടിന് തൊട്ട് മുൻപിൽ പുഴയാണ്. ഈ പുഴയിൽ മഴ പെയ്യുമ്പോൾ ജലനിരപ്പ് ഉയരും. ഒരുപക്ഷെ മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ വെള്ളം വരും. അങ്ങനെ വെള്ളം വരുന്ന സമയത്ത് വെള്ളം ഇങ്ങോട്ടേക്ക് കയറുകയും വീടുകളിൽ ചെളി നിറയുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. ഇവർക്ക് കുറെ വർഷമായിട്ട് ഇവരുടെ അനുഭവം ഇതാണ് എന്നുള്ളതാണ് കാര്യം. പക്ഷെ അവർ പറയുന്നൊരു കാര്യം, ഇതാ ഈ കാണുന്ന സ്ഥലത്തേക്ക് ഒരു പക്ഷേ വലിയ രീതിയിലുള്ള ഒരു മതിലോ ഒക്കെ സ്ഥാപിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത് വെള്ളത്തെ തടഞ്ഞു നിർത്താനോ ചെളി തടഞ്ഞു നിർത്താനോ ഒക്കെ ഒരു പക്ഷേ അത് സഹായകരമാകുമായിരുന്നു, അല്പമെങ്കിലും സഹായകരമാകുമായിരുന്നു എന്നുള്ള കാര്യമാണ് അവർ പങ്കുവെക്കുന്നത്. ഒരു ശാശ്വതമായ പരിഹാരം കാണുക എന്നൊക്കെ പറയുന്നത് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. എന്തായാലും അറിയിപ്പൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു. അതായത് ചോദിക്കുന്നതേ, ഇപ്പോൾ നേരത്തെ തന്നെ പഞ്ചായത്തൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ അങ്ങനെ മഴ പെയ്താൽ വെള്ളം കയറും, മാറി താമസിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അറിയിപ്പുണ്ടായിരുന്നു പരിസരവാസികൾ മാറണം എന്നുള്ളത്. അവരെ ജോർജ് മാഷെ ഒരു കുറിപ്പ് ഞാൻ വായിച്ചിരുന്നല്ലോ രാത്രി. ശക്തമായ മഴയുണ്ട്, കൊണ്ട് പുഴയടുത്ത് പരിസരത്ത് താമസിക്കുന്ന ജനങ്ങളൊക്കെ മാറണം, ശ്രദ്ധിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മെമ്പറും മറ്റൊക്കെ വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങളൊക്കെ അവർക്ക് കൊടുത്തിരുന്നു. അത് കണക്കിലെടുത്ത് എല്ലാവരും മാറിയിരുന്നു. രാത്രി ഈ വില ഒഴിച്ച് മാറി താമസിക്കുന്നവരെ മെമ്പർ സജീവമായിട്ട് ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം മഴ പോലെ ആക്കിയതിന് ശേഷമാണ് അവർ പോയത്. നിങ്ങളുടെ ആവശ്യം ഇവിടെ ഒരു മതിൽ കെട്ടണം. മതിൽ കെട്ടണം. ഹൈറ്റിൽ നല്ല സേഫ്റ്റിയിലുള്ള മതിലായിരിക്കണം. ഒരു സുരക്ഷിതം, താമസിക്കുന്നവർക്കൊരു സുരക്ഷിതം വേണ്ട ഇവിടെ ഉള്ളവർക്ക്. എല്ലാ വർഷവും ഇതിനല്ല പ്രശ്നം. ഇതിനകത്ത് കറണ്ട് ഇങ്ങോട്ട് എത്ര ദിവസം കിടന്ന് ക്ലീൻ ആക്കിട്ടെ വലിയ പ്രശ്നമാണ്. മോത്തി, അതാണ് സ്ഥലത്തിപ്പോൾ ഈ പൈക്കരങ്ങാടിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ മഴയൊന്നും പെയ്യുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി പെയ്ത മഴ, അതിശക്തമായി പെയ്ത മഴ, ആ മഴയിലാണ് ഈ പരിസരത്തൊക്കെ വെള്ളം കയറിയത്, വീടുകളിൽ ചെളി നിറഞ്ഞത്. വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ ചെളി നിറഞ്ഞ അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ പുഴയിലൊക്കെ അതായത് മഴ മാറി വെയിലൊക്കെ വരുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ആ വെയിലൊക്കെ വരുന്ന സമയത്തും ഇവിടെയുള്ള ചെളികൾ ഇവർക്ക് പൂർണ്ണമായിട്ട് നീക്കണം.